പാവങ്ങളെ സഹായിക്കുക, യതീമിങ്ങളെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക, നല്ല കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ നിനക്ക് ദുനിയാവിൽ 6 പ്രതിഫലം, മരണത്തിന് ശേഷം 3 പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവേ പടച്ചവനെ, എത്രയോ പാവപ്പെട്ടവരുണ്ട്, യതീമീങ്ങളുണ്ട്, വിവാഹപ്രായം കഴിഞ്ഞിട്ട് കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ, വീടിനകത്തിരുന്ന് കണ്ണിനീര് കുടിക്കുന്ന പാവപ്പെട്ട മക്കളുണ്ടല്ലോ. പടച്ചവനെ, നമ്മളെല്ലാവരും പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ ധരിച്ചിട്ട് നമ്മളൊക്കെ വല്ലാത്ത സന്തോഷവാ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പരിസരങ്ങളില് എത്രയോ പാവപ്പെട്ടവര് പട്ടിണി കിടക്കുന്നുണ്ട്, തിരിഞ്ഞു നോക്കാത്തവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പാവങ്ങളെ സഹായിച്ച അള്ളാഹു തരുന്ന പ്രതിഫലം, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹു നിന്റെ ആയുസ് നീട്ടി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. പടച്ച റബ്ബ് നിന്റെ ആയുസ് നീട്ടി തരും, ഒരു പാവപ്പെട്ടവനെ സഹായിച്ചാ കിട്ടുന്ന പ്രതിഫലമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പാതിരാത്രി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂട്ടുകാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നാളെ രാവിലെ കച്ചവടത്തിന് പോകുകയാ നബിയേ. ഇനി തിരിച്ചു വരൂല നബിയേ, ഇനി തിരിച്ചു വരൂല നബിയേ, ഇനി തിരിച്ചു വരുന്നത് മയ്യത്താ നബിയേ. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് യാത്രയാക്കണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, റസൂലുള്ളാഹി സുബ്ഹി നമസ്കാരം കഴിഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് യാത്ര പറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട്, യാ റസൂലല്ലാഹ്, ഞാൻ കച്ചവടത്തിന് പോകുകയാ നബിയേ. പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ലോകത്തിന്റെ നേതാവ് കെട്ടിപ്പിടിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കെട്ടിപ്പിടിക്കുകയാ. സാധാരണ അങ്ങനെ ചെയ്യാറില്ല, സാധാരണ റസൂലുള്ള അങ്ങനെ കെട്ടിപ്പിടിക്കാറില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതത്തോടെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നെന്തേ നബിയേ പ്രത്യേകത എന്ത്? അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. കാരണം ഇനി തിരിച്ചു വരില്ലല്ലോ, ഇനി തിരിച്ചു വരുന്നത് മയ്യത്താണല്ലോ, പറഞ്ഞത് ജിബ്രീലാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ യാത്രയാക്കുകയാ. പല സഹാബത്തും ചോദിച്ചു, എന്തേ നബിയേ ഇന്ന് കെട്ടിപ്പിടിച്ച് യാത്രയാക്കാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ അത് മനസ്സിലാകും സഹാബ. എന്റെ പ്രിയമുള്ളവരെ, ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദ് നബവിയുടെ മുന്നിലിരിക്കുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ജീവനോടെ തിരിച്ചു വരികയാ, ജീവനോടെ തിരിച്ചു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം മയ്യത്തെ വരൂ എന്ന് ജിബ്രീൽ പറഞ്ഞതാ, പക്ഷേ ജീവനോടെ വന്നിരിക്കുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീൽ, എന്തേ സംഭവിച്ചത്? എന്തേ സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ വന്നവർ മുഴുവനും പടച്ചവരെ പോകുന്ന വഴിയില് അല്ലാഹുവേ ഭക്ഷണം തയ്യാറാക്കാൻ ഒരു വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് അല്പം സൗകര്യം തരുമോ? ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്താ, ഞങ്ങൾക്ക് ഭക്ഷണം വെക്കാൻ അല്പം സൗകര്യം ചെയ്തു തരുമോ? ഒരു പ്രായമുള്ള ഉമ്മയോട് ചോദിക്കുമ്പോ അല്ലാഹുവേ ഞങ്ങളെ സൗകര്യം തരാ. അവര് മുഴുവനും സഹാബത്ത് മുഴുവനും നിസ്കരിച്ചിട്ട്
തിരിച്ചു വരുമ്പോ കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാ. അല്ലാഹുവേ, സഹാബത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവരോട് അവിടെന്ന് പറഞ്ഞു, ഇത്രയും ഭക്ഷണം തയ്യാറാക്കാൻ ഈ പ്രായമുള്ള ഉമ്മയെ കൊണ്ട് കഴിയില്ല. ഈ വീടിനകത്ത് വേറെ ആരോ ഉണ്ട്, ഈ വീടിനകത്ത് വേറെ ആരോ ഉണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിച്ചു, ഉമ്മ, ഈ വീടിനകത്ത് നിങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് ആ പ്രിയപ്പെട്ട മാതാവ് കരന്നുകൊണ്ട് പറയുന്നു, തങ്ങള്, യതീമായ 2 പെൺകുട്ടികളുണ്ട്. ഒരുപാട് പ്രായമായ യതീമായ 2 പെൺകുട്ടികൾ എന്റെ വീടിനകത്തുണ്ട്. അല്ലാഹുവേ, വിവാഹപ്രായം കഴിഞ്ഞിരിക്കുകയാ. അവരാരും വിവാഹം കഴിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹു ഞങ്ങൾക്കൊരു ജീവിതം തരുമെന്ന് കരുതിയിട്ട് എന്റെ മക്കളാണ് ഭക്ഷണം വെച്ച് തന്നതെന്ന് പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണു നിറയുകയോ. അദ്ദേഹത്തിന്റെ കൂടെ വന്നവരെ വിളിച്ചിട്ട് പറയുന്നു, ആരെങ്കിലും ഈ പെൺമക്കൾക്ക് ഒരു ജീവിതം കൊടുക്കുവോ? ഈ 2 പെൺകുട്ടികൾ ആരെങ്കിലും വിവാഹം കഴിക്കുവോ? നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാ. അല്ലാഹുവേ, അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന സമയത്താണ് യതീമായ 2 പെൺകുട്ടികളുടെ വിവാഹം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് നടത്തി കൊടുക്കുന്നത്. ആ സമയത്ത് അല്ലാഹു വിളിച്ചിട്ട് പറയുന്നു, അസ്റായീലേ, റൂഹ് പിടിക്കല്ലേ, റൂഹ് പിടിക്കല്ലേ. ആ സഹാബിക്ക് ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, പാവപ്പെട്ടവരെ സഹായിച്ചാൽ, യതീമീങ്ങളെ സഹായിച്ചാൽ, ഒരു നേരത്തെ മരുന്നിന് വകയില്ലാത്തവന് മരുന്ന് വാങ്ങിക്കൊടുത്ത പടച്ചുറപ്പ് നിനക്ക് തരുന്ന 1ാമത്തെ പ്രതിഫലം എന്ത്? അല്ലാഹു നിന്റെ ആയുസ് നീട്ടിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? 2ാമത്തെ പ്രതിഫലം എന്ത്? അല്ലാഹു ദുർമരണങ്ങളെ തൊട്ട് നിന്നെ കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആത്മഹത്യ കൂടുന്ന കാലമല്ലേ, ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്ന കാലമല്ലേ എന്റെ പ്രിയമുള്ളവരെ. അങ്ങനെ ഒരു മരണത്തെ തൊട്ട് നിന്നെ പടച്ചവനെ സംരക്ഷിക്കുകയാ. 3ാമത്തെ പ്രതിഫലമുണ്ട്, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നീ രക്ഷപ്പെടുകയാണ്. പടച്ചവന്റെ കോപത്തിൽ നിന്നുള്ള രക്ഷയാണ്. 4ാമത്തെ പ്രതിഫലമുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് ഉസ്താദ് കണ്ണുനീര് കുടിക്കുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ. എന്റെ ഭാര്യയുടെ പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ കുത്തുവാക്കും പരിഹാസവും കളിയാക്കലുമല്ലാതെ പടച്ചവന് പെട്ടുപോയല്ലോ, മക്കളായി പോയല്ലോ. മക്കളെ ഓർത്തിട്ട് മെഴുകുതിരി എരിഞ്ഞു തീർക്കുന്നത് പോലെ സ്വന്തം ജീവിതം എരിച്ചു തീർക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവേ, ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ പെണ്ണുങ്ങളുണ്ടല്ലോ, കണ്ണുനീര് കുടിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഭർത്താവിനെ നന്നാക്കണമെന്ന് ദുആ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, ചെറുപ്പക്കാരാ, നിന്റെ ഇണയെ അല്ലാഹു നന്നാക്കി തരും. നിന്റെ ഭാര്യ സാലിഹത്താകും, നിന്റെ ഭർത്താവ് സാലിഹാകും. എന്റെ പ്രിയമുള്ളവരെ, സദഖ ചെയ്താ കിട്ടുന്ന 4ാമത്തെ പ്രതിഫലമാ 5. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ, നിന്റെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതിയില്ല. നിന്റെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതിയുണ്ടല്ലോ. നാട്ടുകാരുടെ മുന്നിൽ കളിയാക്കുന്ന, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന, നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തിയിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടല്ലോ. 18ഉം 19ഉം വർഷക്കാലം പോറ്റി വളർത്തിയ പൊന്നുപോൾ നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും നാണം കെടുത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ
നാണം കെട്ട് നടക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. കള്ളു കുടിച്ചിട്ട് വീട്ടിൽ കയറി വന്ന് ഉപ്പയെ തല്ലുന്ന മക്കളുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ട്. അല്ലാഹുവേ, പണം കെട്ടി ഒരു വലിയ വീട് വന്നു, ഒരു പണക്കാരിയായ പെണ്ണിനെ കെട്ടിക്കഴിയുമ്പോ പ്രായമായ വാപ്പയെയും ഉമ്മയെയും വൃദ്ധസദനത്തിലേക്ക് കൊണ്ട് വലിച്ചെറിയുന്ന മക്കളുണ്ടല്ലോ. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഏത് കാലഘട്ടമെന്നറിയുമോ? പ്രായമുള്ള ഉമ്മയെ കാണിച്ചിട്ട് തന്റെ കൂട്ടുകാരോട് ഇതാണ് എന്റെ ഉമ്മയെന്ന് പറയാ ഇന്നത്തെ യുവതലമുറകൾക്ക് നാണക്കേട് തോന്നുന്ന കാലവാ. സ്വന്തം ഉമ്മയെ ചാക്കിനകത്ത് കെട്ടിയിട്ട്, രോഗം പിടിച്ച പ്രായമുള്ള ഉമ്മാനെ ചാക്കിൽ കെട്ടിയിട്ട് അല്ലാഹുവേ റോഡിന്റെ ചാരത്ത് കൊണ്ടുവന്ന് തെള്ളിയിട്ടിട്ട് പോകുന്ന മക്കളുടെ കാലവാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള വാപ്പാ, റസൂലുള്ള പറയുന്നു, നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ മക്കളുകാരുടെ കണ്ണിനീര് കുടിക്കേണ്ട ഗതി നിനക്ക് വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആറാമത്തെ പ്രതിഫലമെന്ത്? ആറാമത്തെ പ്രതിഫലമെന്ത്? ഇന്ന് നിന്റെ വീട് കാണാ പാവങ്ങളെ സഹായിച്ച, യതീമീങ്ങളെ സഹായിച്ച നിന്റെ വീട് കാണാൻ റഹ്മത്തിന്റെ മലക്കിറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ വീട് കാണാ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. ഇത് ദുനിയാവിലെ പ്രതിഫലമാ, ഇത് ദുനിയാവിലെ പ്രതിഫലമാ. ഇനി മരണത്തിന്റെ പ്രതിഫലം കേൾക്കടോ, ഇനി മരിക്കുന്ന സമയത്ത് കിട്ടുന്ന പ്രതിഫലം കേൾക്കടോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വാപ്പാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഈ കൊടുക്കുന്ന സൽക്കർമ്മത്തിന്റെ പ്രതിഫലമായ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ, സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ. പ്രസവ വേദന അനുഭവിച്ചിട്ട് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ് യതീമായ മക്കളെ സഹായിച്ച, പാവങ്ങളെ സഹായിച്ച, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കൊടുത്ത, അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുത്ത, മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് കിതാബ് വാങ്ങിക്കൊടുത്ത, ഇതുപോലെയുള്ള നല്ല സദസ്സുകൾക്ക് കൊടുത്ത അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം മരിക്കുന്ന സമയത്ത് കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യവാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ടിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് നെറ്റിത്തടം വിയർത്തിട്ട് മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ വിശാലമായി മുഖം പ്രകാശിക്കുന്ന രീതിയിൽ കിടക്കുന്നാനുള്ള ഭാഗ്യവാ. രണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് പോകുമല്ലോ. എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻകാരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉകുതുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ, ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേൽക്കുകയാ. അവര് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അവര് പറവകളെ പോലെ പറക്കുകയാ. പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പരലോകത്തുകൂടെ പറന്ന് പറന്ന് പോവുകയാണ്. അവര് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ, അവിടുന്ന് ചോദിക്കുന്നു, നിങ്ങൾ ആരാ? പറവകളെ പോലെ പറന്ന് വരുന്നല്ലോ, പറവകളെ പോലെ പറന്ന് വരുന്നല്ലോ, നിങ്ങളാരാ? നിങ്ങളാരാ? നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? ആ സമയത്തിന്റെ പ്രിയമുള്ളവര് റിദ്വാൻ എന്ന മലക്ക് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു, ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞു, നീ സിറാത്ത് കടന്നിട്ടാടോ വന്നത്? എന്റെ പ്രിയമുള്ളവരെ, പറക്കാമോഹമുണ്ടോ? പറക്കാമോഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ
نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فبكاهم الله شر ذلك اليوم പടച്ചുറപ്പേ ഏറ്റവും ശർറായ ദിവസം നിനക്ക് വിജയമാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പടച്ചവരെ പാപങ്ങളെ സഹായിച്ച എത്രയോ പാവപ്പെട്ടവരുണ്ടല്ലോ. മദ്രസ തുറക്കാൻ പോവുകയാണ്, കിതാബ് വാങ്ങാൻ, ഖുർആൻ വാങ്ങാൻ, മദ്രസയിൽ പഠിക്കുന്ന പുസ്തകം വാങ്ങാ കഴിവില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട് ചെറുപ്പക്കാരാ. കൊടുത്താ കിട്ടുന്ന പ്രതിഫലമോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറവയെ പോലെ പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പറക്കാനുള്ള ഭാഗ്യവാ. എന്റെ പ്രിയമുള്ളവരെ, മരണവേദനയുടെ വേദന അനുഭവിച്ച പെണ്ണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്നത്തെ ദിവസമെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല പെങ്ങള്, അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല. അല്ലാഹുവേ, പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടുന്ന ദിവസമാ. നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടും മക്കളെല്ലാരോട് പറയുമല്ലോ, എന്റെ ഉപ്പാനെ നരകത്തിൽ എറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരുമോ? എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എനിക്ക് സ്വർഗം താ. എന്റെ ഉപ്പയെയും ഉമ്മയെയും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ എന്ന് പറയുന്ന ദിവസം നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാട്. 3 മരണത്തിന് ശേഷമുള്ള മൂന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ. നീ റബ്ബിനോട് സ്വർഗം ചോദിക്കണ്ട, നീ അല്ലാഹുവിനോട് സ്വർഗം തരണേ, സ്വർഗം തരണേ. ഞാനും നിങ്ങളും എപ്പോഴും ചോദിക്കുന്നത് സ്വർഗമാ. അല്ലാഹുവോട് എപ്പം ദുആ ചെയ്താൽ അല്ലാഹ് എനിക്ക് സ്വർഗം തരണേ, സ്വർഗം തരണേ, സ്വർഗം തരണേ. ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ റസൂലുള്ളാഹി പറയുകയാ, സ്വർഗം ദുആ ചെയ്യുന്നു അല്ലാഹ് 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ. സ്വർഗമാണ് ദുആ ചെയ്യുന്നത്, സ്വർഗമാ ദുആ ചെയ്യുന്നത്. 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ അല്ലാ. സ്വർഗം ദുആ ചെയ്യുന്ന 4 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം മുത്തഇമുൽ ജിയാൻ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന്, പാവങ്ങളെ സഹായിക്കുന്നവന് സ്വർഗം കാത്തിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4ാമത്തെ പ്രതിഫലം പറഞ്ഞു നിർത്തുകയാണ്. 4ാമത്തെ പ്രതിഫലം പറയുകയാ. റസൂലുള്ളാഹി പറയുന്നു, സഹാബാ, പാവങ്ങളെ സഹായിക്കുന്നവർ, യതീമീങ്ങളെ സഹായിക്കുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം വലകാഹു നളറതം വസുറൂറാ. അല്ലാഹനെ കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് ബിസ്മില്ലാ. എല്ലാവരും വഴുത് കേൾക്കാൻ വന്നതല്ലേ? വഴുത് കേൾക്കാൻ വന്ന് എനിക്ക് ആ പുറകിരിക്കണവരൊന്നും കാണുന്നില്ല മനുഷ്യന്മാരെ. ഇവിടെ ഒരുപാട് കസേര മലക്കളിരിക്കുന്നു. മലക്ക് വേണ്ട, നിങ്ങൾ വാ. മലക്കിരിക്കണ്ട, നിങ്ങൾ മലക്ക് പുറകില്, മനുഷ്യന്മാര് മുന്നിലിരിക്ക്. ബിസ്മില്ലാ, കേറിക്കോ. ബിസ്മില്ലാ റഹ്മാൻ വാ, അങ്ങോട്ട് കേറിക്കോ. ഞാൻ വേറെ പിരിവോ ഒന്നുമില്ല, സംഘടനകളൊന്നുമില്ല. ഞാൻ ഇൽമു പറയും പോയേക്കും. പെട്ടെന്ന് നിങ്ങൾ നിർത്തണമെന്ന് ആഗ്രഹിക്കണം മുമ്പിൽ ഞാൻ പൊക്കളയും. പെട്ടെന്ന് വാ, ഇൻഷാ അല്ലാഹ് കേറിയിരിക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിന്റെ മുൻ സീറ്റിലിരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കേറിയിരിക്ക്. ഇൻഷാ അല്ലാഹ് ഇരിക്ക്. തനിയ എന്റെ മൈക്ക് സെറ്റാരും പോയോടെ? വെള്ളം കുടിക്കാൻ പോയതാ? വരും ഇൻഷാ. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ നല്ല ചൂട് കൊണ്ടില്ലേ? ഇവിടെ ഇത്ര ചൂടാണെങ്കിൽ നരകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇതിപ്പോ ഫ്രണ്ടിലോട്ട് ഇരിക്കാൻ പറയുമ്പോ എന്നെ കാണാനുള്ള അലർജി കൊണ്ടാ പുറകെ പോയിരിക്കണേ.
എല്ലാവരും ഇങ്ങനെ പുറകില. ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തിന് വേണ്ടി തയ്യാറെടുത്തു. എപ്പോ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും വരാം. ഒരു അസുഖമോ ഒരു തലവേദന പോലും വേണ്ട, ഒരു തലവേദന പോലും വേണ്ട. പടച്ചവനക്ക് ഓർമ്മ വരും. നമ്മുടെ നാട്ടില് എൻ്റെ വൈഫിന്റെ വീടിനടുത്ത് രാവിലെ രാവിലെ സുബഹി കഴിഞ്ഞിട്ട് കടന്നതാ. മദ്രസയ്ക്ക് പോകാൻ വേണ്ടി മോളെ വിളിക്കുമ്പോൾ, 8 വയസ്സുള്ള മോളെ വിളിക്കുമ്പോൾ എഴുന്നേക്കണില്ല. സൈലന്റ് അറ്റാക്ക് കഴിഞ്ഞുപോയി. വാപ്പയുടെ കൂടെ രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ചപ്പോ എഴുന്നേറ്റ മകളാ ഉപ്പാനോട് പറഞ്ഞ്, എനിക്ക് കൂടെ കിടക്കണം ഉപ്പാ, എനിക്ക് ഉപ്പാന്റെ കൂടെ കിടക്കണം. പ്രസവന് ഉമ്മയില്ലാത്ത മോളാ. കഴിഞ്ഞ റമദാനിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ഉമ്മ അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബറും വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഉമ്മയോട് പറഞ്ഞു, വാപ്പയോട് പറഞ്ഞു, എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോ പതിവില്ലാതെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, വാപ്പ എനിക്ക് നിങ്ങളോട് നിസ്കരിക്കണം. 8 വയസ്സുള്ള പൊന്നുമോള് വാപ്പയുടെ കൂടെ നിന്ന് നിസ്കരിച്ചു. വാപ്പ നിങ്ങളുടെ മടിയിൽ കിടക്കണം. കിടന്നോ മോളെ, മടിയിൽ കിടത്തി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മദ്രസയിൽ പോകാൻ വേണ്ടി വാപ്പ ഒരു 7 മണിക്ക് വിളിച്ചപ്പോൾ അനങ്ങണില്ല. ഒക്കെയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, കഴിഞ്ഞു, പോയിട്ട് കുറച്ചേരം ആയെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മരണത്തെ കാത്തിരുന്നോ, എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും മരണം വരാം. ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്ക്, കാത്തിരിക്ക്. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അബൂദാബിയിൽ ഹദീസ് കാണാം. മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ പോയത്രേ. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്നു. ആ ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് ആ മനുഷ്യനോട് പറഞ്ഞു അത്രേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂ. വല്ല അഭിലാഷം ഉണ്ടെങ്കിൽ പറ, വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറ. അല്ലാഹുവേ പടച്ചവനെ, ആ മനുഷ്യൻ പറഞ്ഞു അത്രേ, 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ വരുന്നതും പറഞ്ഞ് കാത്തിരിക്ക, ഇനിയും താമസിക്കാനോ? 40 കൊല്ലമായിട്ട് മരണത്തിന് വേണ്ടി ഞാൻ തയ്യാറെടുത്തിട്ടിരിക്കുകയാ, ഇനിയും താമസിക്കാൻ എനിക്ക് സമയമില്ല, പെട്ടെന്ന് പിടിച്ചോ. ഇല്ല മനുഷ്യ, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറ. അവസാനം മനുഷ്യൻ പറഞ്ഞു അത്ര, ഇസ്രായേൽ നിനക്കത്ര നിർബന്ധമാണെങ്കിൽ ഞാനൊന്ന് 2 റക്അത്ത് നമസ്കരിക്കാം, 2ാമത്തെ റക്അത്തിന്റെ അത്തഹിയ്യാത്തി കിടക്കുമ്പോൾ പിടിച്ചോളാൻ. അള്ളാഹു ആ മനുഷ്യൻ അങ്ങനെ മരണപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 40 വർഷമായിട്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്ക്. ഇത് 40 വർഷം പോയിട്ട് 60 പോകേണ്ട സമയം കഴിഞ്ഞു. തന്നെക്കാളും പ്രായം കുറഞ്ഞവരൊക്കെ പള്ളിക്കുഴിയിലേക്ക് പോകുന്നത് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ മാറ്റമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിക്കകത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ശുഹദാക്കളുടെ പ്രതിഫലം പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ആ ശുഹദാക്കളുടെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ പള്ളിക്കകത്തിരുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല വീടിനകത്തിരുന്നെല്ലാം കേൾക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ശുഹദാക്കളുടെ പ്രതിഫലം പറയുന്നത് ഞാൻ കേട്ടു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും അടർക്കളത്തിൽ പോയി യുദ്ധം ചെയ്തിട്ട് ഷഹീദാകാ കഴിയില്ലല്ലോ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന വല്ല കാര്യവുമുണ്ടോ? ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന എന്തെങ്കിലും ഒരു നന്മയുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, നാളെ പടച്ചവന്റെ കോടതിയില് ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹമുണ്ട്. നാളെ ഹംസ റളിയല്ലാഹു തആല അൻഹു മുതൽ തുടങ്ങിയിട്ട് പടച്ചവരെ ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ, അവരുടെ കൂടെ നാളെ പടച്ചവന്റെ പരലോകത്ത് ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, ഒരു ദിവസം 20 പ്രാവശ്യം അല്ലാഹുവേ, ഞാൻ മരിക്കേണ്ടവളാണല്ലോ, ഞാൻ മരിച്ചു പോകുമല്ല അല്ലാ,
എന്നൊരു മനുഷ്യൻ 20 പ്രാവശ്യം ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 20 പ്രാവശ്യം ഞാൻ മരിക്കുമല്ലോ ഞാൻ മരിക്കേണ്ടവളാണല്ലോ എന്നാരെങ്കിലും മരണത്തെക്കുറിച്ച് ഓർത്താൽ അവൻ നാളെ സുഹൃതാക്കളുടെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 20 പ്രാവശ്യം പടച്ചവനെ ഞാൻ മരിക്കേണ്ടവളാണല്ലോ, ഞാൻ മരിച്ചു പോകണമല്ലോ, പള്ളിക്കുടിയിലേക്ക് പോകണമല്ലോ, എന്നെ കൊണ്ടുപോകുമല്ലോ, എപ്പോഴാണെന്നറിയില്ലല്ലോ, എനിക്കൊന്ന് നന്നാകണമല്ലോ. എന്റെ പ്രിയമുള്ളവരെ 20 പ്രാവശ്യം മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനുണ്ടല്ലോ, മരണത്തെക്കുറിച്ചുള്ള അധികമായിട്ടുള്ള ചിന്തയുണ്ടെങ്കിലോ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പൊന്നുമോരെ, ഏത് നന്നാകാത്തവനും നന്നാകും പൊന്നുമോര്, എത്ര വലിയ വൃത്തികെട്ടവനും നന്നാകും ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു ദിവസം എന്റെ പ്രിയമുള്ളവരെ 20 പ്രാവശ്യം ഒരു മനുഷ്യന് മരണത്തെക്കുറിച്ച് ഓർത്താൽ അല്ലാഹുവേ പടച്ചവനെ ഇബാദത്ത് ചെയ്യുവാനുള്ള ഉത്സാഹം തോന്നുകയാ, അവന് ഇബാദത്ത് ചെയ്യാനുള്ള ആഗ്രഹം തോന്നുകയാ. പടച്ചവനെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നോ, പിന്നെ അടുത്ത ബാങ്ക് വിളിച്ചെങ്ങനെയെങ്കിലും പള്ളിയിൽ പോകണമല്ലോ, ഇബാദത്ത് ചെയ്യാനുള്ള ആഗ്രഹമാണ്, ദിക്റുകൾ പറയാനുള്ള ആഗ്രഹമാണ്. 2 മരണത്തെക്കുറിച്ച് അധികമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം എന്തെന്നറിയുമോ? അവൻ എപ്പം തെറ്റ് ചെയ്താൽ, എന്ത് തെറ്റ് ചെയ്താൽ അവൻ അപ്പം തന്നെ തൗബ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരണത്തെക്കുറിച്ചുള്ള അധികമായിട്ട് ചിന്ത കടന്നു വരുമ്പോ ഒരു തെറ്റ് ചെയ്താ പിന്നെ അവന് സമാധാനമില്ല, തൗബ ചെയ്യാതെ സമാധാനമില്ല. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും അവൻ ഇങ്ങനെ ദിക്റുകൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാ, എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് പറയുകയാ, എപ്പോഴും അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഒരുപാട് പാപം ചെയ്തവരാ പൊന്നുമോര്, നിനക്ക് ദുആ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും, ദുആ ചെയ്യാൻ സമയമില്ലെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്നെങ്കിലും പറയണേ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. അനസ് റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തും ഒരു യാത്ര പോയി. അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്ഥലത്തെത്തിയപ്പോ പറഞ്ഞു, സഹാബാ എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് പറ സഹാബാ, എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് പറ സഹാബാ. സഹാബത്ത് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തുടങ്ങി, സഹാബത്ത് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, സഹാബാ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 70 പ്രാവശ്യം എല്ലാ ദിവസവും നീ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരു ദിവസം 70 പ്രാവശ്യം പറയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ 70 എന്ന് എണ്ണം പറയാനുള്ള കാരണം എന്താ? 70 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണം തന്നെ പറഞ്ഞു 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബി എന്തിനാ 70 എന്ന് എണ്ണം പറഞ്ഞ്? 70 എന്ന് എണ്ണം പറയാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ദിവസം ആരെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിന്റെ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൂടെ മടിയുണ്ടാകും നിങ്ങൾ എങ്ങനെ ഇരുന്ന, ചിലപ്പോൾ ഇത് തന്നെ ഇടിഞ്ഞ് തലയെ വീണ് കളയും. അതുകൊണ്ട് നല്ലൊരു സദസ്സ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ ചെയ്ത 700 പാവങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ 700. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയേ നമ്മളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഇനി ഒരു മനുഷ്യന് 700 പാവങ്ങളെക്കാൾ കൂടുതൽ ചെയ്താലോ?
700 പാപങ്ങളെക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ ചെയ്താലോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഓന്റെ കാര്യം വിട്ടേക്ക്, അവന്റെ കാര്യത്തിൽ പിന്നെ ചർച്ചയില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു ദിവസം 700 പാപത്തിൽ കൂടുതൽ ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്താ പറയുക? അവൻ എന്തായിരിക്കും? എങ്ങനത്തെ മനുഷ്യന്മാരാ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അള്ളാഹ് തുടങ്ങിക്കോ. ഇനി മരിക്കുവോളം ഓർമ്മയുള്ള കാലത്തോളം 70 പ്രാവശ്യം ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് പറഞ്ഞൂടെ? നിയ്യത്ത് ചെയ്യുന്നവർ കൈവെക്കൂ, പ്രതിഫലം പറയാം. 70 പ്രാവശ്യം ഒരു ദിവസം ചെയ്ത 700 പാപം അല്ലാഹു പൊറുക്കും. 2 ഇന്നത്തെ ദിവസം മുതൽ ഉസ്താദേ മരിക്കുമ്പോൾ ഓർമ്മയുള്ള കാലത്തോളം പെങ്ങളെ നല്ലതുപോലെ കേൾക്കണേ. പെങ്ങള് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സ്വന്തം മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ധൈര്യമുള്ള ഉപ്പമാരിപ്പുണ്ടോ? പടച്ചവനെ കൈവിറക്കാതെ കണ്ണു നിറയാതെ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, സ്വന്തം മക്കളുടെ മയ്യത്ത് കാണാനുള്ള ധൈര്യമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, താങ്ങാൻ കഴിയാത്ത വേദനകളുണ്ടല്ലോ. മാരക രോഗം പിടിച്ചിട്ട്, ക്യാൻസർ പിടിച്ചിട്ട് അല്ലാഹുവേ കിടന്ന് കരയുന്നവരുണ്ടല്ലോ. മാരക രോഗങ്ങൾ പിടിച്ചിട്ട് പൊട്ടിക്കരയുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, റസൂലുള്ളാഹ് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, ഒരു ദിവസം ഏതെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ എന്ന് പറഞ്ഞ അല്ലാഹു അവന് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം, അവനെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു കൊടുക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ ജീവിതത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തൂല. അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല. ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ. പടച്ചവനെ ഒറ്റപ്പെട്ടു പോവുകയാ. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂടപ്പിറപ്പുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ടല്ലോ. എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. എങ്കിലില്ലാത്തവനെ പോലെയാ. എന്റെ പ്രിയമുള്ളവരെ, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന ഒരു മനുഷ്യർ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ അവൻ അല്ലാഹു ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൂല. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ റിസ്കിൽ വിശാലത ചെയ്യും. നിന്റെ ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീന്റെ മക്കള് പട്ടിണിയായി പോകുമെന്ന് നീ പേടിക്കണ്ട. മറ്റൊരുത്തന്റെ മുന്നിൽ കൈനീട്ടേണ്ട ഗതി നിനക്ക് വരൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അസ്തഗ്ഫിറുല്ലാഹയുടെ പ്രതിഫലത മഹാനായ ഹസൻ ബസരി റഹ്മഹുല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ പ്രസംഗം നടത്ത അസ്തഗ്ഫിറുല്ലാഹയെ കുറിച്ച് പറയാ. അസ്തഗ്ഫിറുല്ലാഹയെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാരൊക്കെ ഇതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവേ പ്രസംഗം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ വന്നിട്ട് ഏറ്റവും പുറകെ വന്നിരിക്കുക. ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് ഏറ്റവും പുറകിൽ വന്നിരുന്ന് വയല് കേൾക്ക. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു റഹ്മഹുല്ലാഹ് അല്ലാഹു അവിടെ നിന്ന് പറഞ്ഞു, പടച്ചവനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവന്റെ പാപം മുഴുവനും പുറത്തു കൊടുക്കും. ഇങ്ങനെ പറഞ്ഞപ്പോ ആ ഏറ്റവും വലിയ പാപിയായ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എഴുന്നേറ്റ് നേരെ സ്റ്റേജിന്റെ മുന്നിൽ വന്നു. സ്റ്റേജിന്റെ മുന്നിൽ വന്നിട്ട് ഹസൻ ബസരിയോട് ചോദിച്ചു അത്രേ, അല്ലാഹു എനിക്ക് പുറത്തുതരൂ, അല്ലാഹു എനിക്ക് പുറത്തുതരൂ. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, എടാ നിനക്കല്ല, നിന്നെ പോലെ 100 എണ്ണം ചോദിച്ചാലും അല്ലാഹു പുറത്തുതരും. നിന്നെ പോലെ 100 എണ്ണം അല്ലാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു പുറത്തു തരും. അല്ലാഹുവേ പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ ഏറ്റവും പുറകിൽ പോയിരുന്നു. ഏറ്റവും പുറകിൽ പോയിരുന്നിട്ട് അല്ലാഹുവേ പടച്ചവനെ കുനിഞ്ഞിരുന്നിട്ട് കരയാൻ തുടങ്ങി. അല്ലാഹുവേ കുനിഞ്ഞിരുന്നിട്ട് കരയാൻ തുടങ്ങി. പടച്ചവനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞു അത്രേ, പടച്ചവനെ അല്ലാഹുവേ ഒരുപാട് പാവങ്ങൾ ചെയ്തവനാ ഞാൻ,
ഒരുപാട് പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടെന്ന് പോലും എനിക്കറിയില്ല പടച്ചവനെ. ഒരുപാട് പാപം ഞാൻ ചെയ്തവനാ. എങ്ങനെയാണിത് മുഴുവനും നിന്നോട് ചോദിക്കേണ്ടെന്ന് പോലും എനിക്കറിയില്ല. എങ്കിൽ ഈ മനുഷ്യൻ പറഞ്ഞു, മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ നീ പുറത്തു തരുമെന്ന്. അല്ലാഹുവേ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല പടച്ചവനെ. ഇനി ഒരിക്കലും ഞാൻ ഈ പാപങ്ങളിലേക്ക് മടങ്ങില്ല. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, എന്റെ പാപം നീ പുറത്തു തന്ന 3 അടയാളം എനിക്ക് കാണിച്ചു തരണം. എന്റെ പാപം മുഴുവനും നീ പുറത്തെങ്കിൽ ഇനിയുള്ള കാലം എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ 3 അടയാളം നീ എനിക്ക് കാണിച്ചു തരണം. 1, ആ മനുഷ്യൻ പറഞ്ഞു, പടച്ചവനെ, എനിക്ക് ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം തരണം. 1, ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം. 2, ഏറ്റവും മനോഹരമായ ശബ്ദം. ഈ നാട്ടിലെ ഏറ്റവും നല്ല മനോഹരമായ ശബ്ദം എനിക്ക് തരണം. 3, എനിക്ക് ജോലിക്കൊന്നും പോകാൻ വയ്യ. 24 മണിക്കൂറും എനിക്ക് ഇബാദത്തും നിന്റെ കാര്യമായി കഴിയണം. എനിക്ക് തിന്നാനുള്ള ഭക്ഷണം എല്ലാ ദിവസവും രാവിലെ നീ തരണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവേ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. ഉടനെ തന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം തോന്നി. നേരെ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ പോയിട്ട് ഇൽമു പഠിക്കാൻ തുടങ്ങി. ഒരൊറ്റ അസ്തഗ്ഫിറുല്ലാഹയുടെ പ്രതിഫലം പറയണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പെട്ടെന്ന് 3 അടയാളം അല്ലാഹു കാണിച്ചു കൊടുത്തു. 1, ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം കൊടുത്തു. ഇൽമു പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ശബ്ദം മനോഹരമായ ശബ്ദം. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, ഇദ്ദേഹം അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമ്പോൾ പറവകൾ പോലും വന്നിരിക്കുമായിരുന്നു അത്രേ. ഇദ്ദേഹം ഖുർആൻ ഓതുന്നത് കേൾക്കാൻ പറവകൾ പോലും മൃഗങ്ങൾ പോലും വന്ന് മുന്നിലിരിക്കുമായിരുന്നു അത്രേ. തെറ്റ് ചെയ്യാൻ, കള്ളു കുടിക്കാൻ, വ്യഭിചരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോകുമ്പോൾ ഈ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവൻ വന്ന് അവിടെ ഇരുന്ന് നന്നാകുമായിരുന്നു. അത്രയ്ക്കും മനോഹരമായ ശബ്ദം. 3, എല്ലാ ദിവസവും വീടിന്റെ കവാടം തുറക്കുമ്പോൾ വീടിന്റെ പുറത്ത് ഭക്ഷണം ഉണ്ടാകുമായിരുന്നു. ഞാനിത് പറഞ്ഞത് ഒരു അസ്തഗ്ഫിറുല്ലാഹയുടെ പ്രതിഫലമായി എത്ര പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ പറ, അള്ളാഹു നിനക്ക് പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുന്നു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ചുള്ള അധികമായിട്ട് ചിന്ത വന്നു കഴിഞ്ഞാൽ തൗബ ചെയ്യും. തെറ്റ് ചെയ്താൽ പിന്നെ സമാധാനമില്ല. തെറ്റ് ചെയ്താൽ പിന്നെ സമാധാനമില്ല. ശൈത്താൻ നമ്മുടെ പുറകിൽ നടന്നിട്ട് നാണം കെട്ടിട്ട് പോകണം. ശൈത്താൻ നമ്മുടെ പുറകിൽ നടന്നിട്ട് നാണം കെട്ടിട്ട് പോകണം. ഇവന്റെ പുറകിൽ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവനെ കൊണ്ട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു തെറ്റ് ചെയ്യിപ്പിക്കും. ഉടനെ ഇവൻ തൗബ ചെയ്യും, പിന്നെയും ചെയ്യിപ്പിക്കും, പിന്നെയും തൗബ ചെയ്യും, പിന്നെയും ചെയ്യിപ്പിക്കും, പിന്നെയും തൗബ ചെയ്യും. അവസാനം ശൈത്താൻ ഇനി ഇവന്റെ പുറകിൽ നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മടങ്ങി പോകണം. അള്ളാഹു അങ്ങനെയുള്ളൊരു മനസ്സ് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മരണചിന്ത കടന്നു വന്നാൽ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം സമ്പത്തിനോടുള്ള ആർത്തി നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പണത്തിനോടുള്ള മോഹം വാരി കൂട്ടണം. ഹലാലും ഹറാമൊന്നും ഇല്ല. യവനെ കൊന്നിട്ടാണെങ്കിലും, പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും, കള്ളത്തരം കാണിച്ചിട്ടാണെങ്കിലും, കള്ള് കച്ചവടം നടത്തിയിട്ടാണെങ്കിലും, പലിശ കച്ചവടം നടത്തിയിട്ടാണെങ്കിലും പടച്ചവനെ പണം ഉണ്ടാക്കണം, വാരി കൂട്ടണം എന്ന ഒരു ആഗ്രഹം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതങ്ങ് മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവിധ ഖൈറു ബർക്കത്തും ചൊരിയുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരുടെ അനിയ ബർക്കത്ത് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് നീ പൊക്കാത്തെ. ബർക്കത്ത് എന്താണെന്നറിയില്ല, അതാ പൊക്കാത്ത. പൊക്കിക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏത് വാപ്പയ്ക്കാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തന്റെ മക്കളെ തല്ലി നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിലൊരു ചൂരലെടുത്ത് വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കളെ തല്ലാൻ വീട്ടിലൊരു വടിയെടുത്ത് വെച്ചിട്ടുള്ള വാപ്പ രക്ഷപ്പെട്ടു. അള്ളാഹു ആ വാപ്പന്മാരിൽ പെടുത്തുമാറാകട്ടെ. മക്കളെ തല്ലാൻ വീട്ടിൽ വടിയെടുത്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആരുടെയെങ്കിലും വീട്ടിൽ മക്കളെ നല്ലത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ചൂരൽ, ഒരു ചെറിയ ഒരു കാപ്പിക്കമ്പെങ്കിലും വെച്ചവരുന്ന് കൈവക്കിക്കേ. ആരെങ്കിലും വീട്ടിലുണ്ടോ? 2 പേരുണ്ട്. ചുമ്മാല നിന്റെ വാപ്പ തല്ലേണ്ട സമയത്ത് തല്ലി, നീ നന്നായി. പക്ഷെ ഇന്ന് നിന്റെ മക്കളെ തല്ലേണ്ട സമയത്ത് തല്ലുന്നില്ല. അതുകൊണ്ട് നമ്മൾ കണ്ണീര് കുടിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ, മക്കളെ ചുമ്മാതെ ആവശ്യമില്ലാതെ എടുത്തിട്ട് തല്ലലല്ല, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഇരുന്ന് കരയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മക്കൾ തന്നെ ചോദിക്കും, ഇപ്പം തല്ലിയിട്ട് കാര്യമില്ല,
ഇപ്പൊ തല്ലിയിട്ട് കാര്യമില്ല. അള്ളാഹു ഇവിടെ ഞാൻ ഈ അടുത്ത് വല്ലാത്തൊരു അത്ഭുതമുണ്ട്. ഈ പ്രേമം പണ്ട് പറയാറുണ്ട്, പ്രേമം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്താണ്. പ്രേമം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥ ഈ അടുത്ത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എൻ്റെ ഉപ്പമാരോട് പറയാ, പെമ്മക്കളെ കൂടുതൽ നമ്പല്ലേ. എല്ലാവരും പറഞ്ഞേക്കാം, പെമ്മക്കളെ കൂടുതൽ നമ്പണ്ട. കാരണം ഇവളുമാരൊക്കെ വല്ലാത്ത കാഞ്ഞ ബുദ്ധിയാണ് നമ്മുടെ പെമ്മക്കൾക്ക്. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കണ മക്കളുണ്ട്, എന്ത് സ്നേഹത്തോടെ നടക്കണ വാപ്പയുടെ കൂടെ, ഉമ്മാന്റെ കൂടെ വല്ലാത്ത സ്നേഹം. ഞാൻ സ്ഥലം പറയുന്നില്ല. വടച്ചനെ അടുത്ത് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളൊന്ന് വണ്ടി കയറി, അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം. പെട്ടെന്ന് എന്നെ അല്ലാഹു വലിച്ചെടുച്ചുകൊണ്ട് പോയി, ഭക്ഷണം കഴിക്കാൻ പോലും വിട്ടില്ല. പോകാം. പടച്ചോനെ ഞാൻ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ പടച്ചോനെ ഉമ്മായും വാപ്പായും മണ്ണെണ്ണ എടുത്ത് വെച്ചിട്ട് അപ്പുറത്തിരിക്കുന്നു, ബാഗും കൊണ്ട് മോൾ ഇപ്പുറത്ത് റൂം ഇരിക്ക. അല്ലാഹുവെ കാണാൻ അടകുള്ള മുസ്ലിമായ ഒരു ചെറുപ്പക്കാരി, പടച്ചോനെ അല്ലാഹു വാപ്പയും ഉമ്മയും മണ്ണെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് മകള് ബാഗും കൊണ്ടിരിക്ക. എന്തേ ഇവളും രാത്രി ഒന്ന് ചാടി, ആരും കണ്ടില്ല, പിടിച്ചു വീട്ടിൽ കൊണ്ടിരുത്തിക്ക, വീണ്ടും പോകാനിരിക്ക. എന്തേ ഞാൻ ഇവളോട് പറയേണ്ടത്? ഉസ്താദെ ഞങ്ങൾ ഇപ്പം മരിക്കും, ഇവള് ഇവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഇപ്പം മരിക്കും. ഓള് പറഞ്ഞത് കതക് തുറക്കെനിക്ക് പോണം. അല്ലാഹുവേ പടച്ചവനെ അവസാനത്തെ അവസ്ഥ എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ സ്നേഹം കൊണ്ട് പറയാ, ഉമ്മമാരോട് തമാശയും കളിയോ, ഉസ്താദെ എൻ്റെ മോള് മലക്കാ ഉസ്താദെ, അവളൊന്നും ചെയ്യൂല എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആരെങ്കിലും വന്ന് പറയുമ്പോൾ അവനെ കളിയാക്കുന്നവരുണ്ട്. എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ എൻ്റെ അനുഭവം പറയാം. 2-3 ആഴ്ച ആയതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയണേ. അല്ലാഹുവേ പടച്ചോനെ ഞാൻ ആ വീടിനകത്ത് കയറി ചെന്നു. അപ്പൊ ഈ ഉമ്മ എന്ത് പറഞ്ഞാലും ഇവള് പോകുക. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, ഉസ്താദെ ഇവൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഇപ്പം മരിക്കും, അവക്കൊരു കുഴപ്പമില്ല, ആ പെണ്ണിന് ഒരു കുഴപ്പമില്ല. അല്ലാഹുവേ പടച്ചോനെ ഉസ്താദെ ഞങ്ങൾ മരിച്ച ഇവള് മയ്യത്തെ കാണാൻ പോലും വിടല്ലേ. ഉമ്മ പറയാ, ഞങ്ങള് മരിച്ചാൽ ഇവളെ മയ്യത്ത് കാണാൻ പോലും വിടരുത്. അവള് പറയാ, ഞാൻ വരത്തില്ല ഉമ്മ നിങ്ങളുടെ മയ്യത്ത് കാണാൻ. അതാ മകള്, ഞാൻ വരൂല നിങ്ങളുടെ മയ്യത്ത് കാണാൻ. അല്ലാഹുവേ പടച്ചോനെ ഇതൊക്കെ കേട്ടിട്ട് വല്ലാത്ത ഇങ്ങനെ ഇരിക്ക. അവസാനം ഈ പെണ്ണിനെ ഒന്ന് നന്നാക്കണമെന്ന് തോന്നിയിട്ട് അവസാനത്തെ പടിയെന്ന രീതിയിൽ ഇവള് വാപ്പാനെ പിടിച്ച് തെള്ളുക, കതോറൊക്കെ എനിക്ക് പോണോന്ന്. അവിടെ കിടന്ന് ബഹളം വെച്ചപ്പോ ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് പോകണമെങ്കിൽ നീ പൊക്കോ, പക്ഷേ പോകുന്നതിന് മുമ്പ് നിന്റെ വാപ്പയും ഉമ്മയും മരിച്ചെന്ന് എഴുതി വെച്ചിട്ട് നീ പോണം. നിന്റെ വാപ്പയും ഉമ്മയും 19 കൊല്ലം നിന്നെ പോറ്റി വളർത്തിയ നിന്റെ ഉപ്പയും ഉമ്മയും ഇന്നത്തോടെ മരിച്ചു, എനിക്കിവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് എഴുതി വെച്ചിട്ട് പോകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എവിടെയാ ഉസ്താദെ എഴുതണ്ടേന്ന് ചോദിച്ചു. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എവിടെ എഴുതണം? എൻ്റെ വാപ്പയും ഉമ്മയും മരിച്ചെന്ന് എഴുതാൻ പടച്ചവനെ ഞാൻ അവളുടെ മുന്നിൽ തോറ്റുപോയി. എന്തു പറയണമെന്നറിയില്ല. അല്ലാഹുവേ പടച്ചവനെ എനിക്ക് കലി വന്നിട്ട് പറയാൻ പറ്റണതൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ദേഷ്യം വന്നിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അവസാനം ആ ഉപ്പയുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് മക്കത്ത് വരെ പോയിട്ട് വാ, ഇത്തിരി പൈസ മുടക്കിയിട്ട് കഅബ കണ്ടിട്ടില്ലല്ലോ, അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഒന്ന് ദുആ ചെയ്തിട്ട് വാ. അള്ളാഹുവെ ഞാൻ പറഞ്ഞു. അങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്തു, റമളാൻ മാസത്തെ കഅബയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തു. രാവിലെ കഅബാലയത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന പൊന്നുമോളോട് പടച്ചവനെ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് വേദന തോന്നി. ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു. ഒന്ന് പൊരുത്തം ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പെൺകുട്ടിയുടെ അടുക്കൽ പോയി. ഒന്ന് പൊരുത്തം ചോദിക്കണമല്ലോ, കഅബാലയത്തിലേക്ക് പോവുകയാണല്ലോ. പൊരുത്തം ചോദിക്കാൻ വേണ്ടി പോയപ്പോഴും ഇവളുടെ പഴയ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ ഈ പെണ്ണിനോട് ചോദിച്ചു, മോളെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോകുകയാ, കഅബ ആദ്യമായിട്ട് കാണുമ്പോ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും, നീ എന്ത് ചോദിക്കും? കഅബയിൽ പോക, റമളാൻ മാസവാ, അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ല തരും. നീ ആദ്യം കഅബ കാണുമ്പോ എന്ത് ചോദിക്കും? ഉസ്താദെ എനിക്ക് അവനെ വേണം, ഞാൻ അതേ ചോദിക്കത്തുള്ളൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ കഅബയിൽ ചെന്നിട്ട് കഅബ ആദ്യമായിട്ട് കാണുമ്പോ അവള് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അവസാനമായിട്ട് ഇത് ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ, ഇനി കാണാൻ പറ്റൂലല്ലോ. ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ. അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ 21 വയസ്സ് തികയുമ്പോ പോകാൻ കാത്തിരിക്കണവളാ. അവളാ പറയണത്, നീ ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ, ഒന്ന് പോയി കണ്ടിട്ട് വരാം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ഉപ്പമാരോട് പറയുന്നു, ഉമ്മമാരോട് പറയുന്നു, ഇതുപോലെ കണ്ണുനീര് കുടിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, നമ്മൾ അറിയാഞ്ഞിട്ടാ. അള്ളാഹു ആ പൊന്നുമോക്ക് ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.